മാർഗപ്രയാണത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള നിയമസഭ മൂന്നാമത്തെ വർഷം വീണ്ടും പുസ്തകോത്സവം സംഘടിപ്പിക്കുകയാണ്. അന്തർദേശീയ പുസ്തകോത്സവം ജാനുവരി 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെ. ജനുവരി 7 രാവിലെ 10:30 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു. ഈ വർഷത്തെ പുസ്തകോത്സവം ഗംഭീരമായി തന്നെ നടക്കാനിരിക്കുകയാണ്. 250-ലധികം സ്റ്റാളുകളിലായി 150-ലധികം ദേശീയ അന്തർദേശീയ പ്രസാധകരാണ് ഇത്തവണ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുക. കൂടാതെ പാനൽ ചർച്ചകൾ, KLIB ഡയലോഗ്സ്, KLIBF ടോക്ക്, എൻ്റെ സുഹൃത്തിൻ്റെയും വായനയുടെയും ജീവിതം, മീറ്റ് ദ ഓഥർ, സ്മൃതി സന്ധ്യ, കവിയരങ്ങ്, കഥാപ്രസംഗം, കവിയും കവിതയും, കഥ പറയും പാട്ടുകൾ, കഥയരങ്ങ്, ഏകപാത്ര നാടകം, ഭാവിയുടെ വാഗ്ദാനം, സിനിമയും ജീവിതവും തുടങ്ങിയ പല സെഗ്മെന്റുകളായി 70-ലധികം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കൂടാതെ 7 ദിവസങ്ങളിലായി ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ മെഗാ ഷോയും നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 350ഓളം പുസ്തക പ്രകാശനങ്ങളും 60-ലധികം പുസ്തക ചർച്ചകളും ഉണ്ടായിരിക്കും. കുട്ടികൾക്കായി സ്റ്റുഡൻസ് കോർണർ എന്ന ഒരു പ്രത്യേക വേദി കൂടി സജ്ജീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഇത്തവണത്തെ സവിശേഷതകളിലൊന്ന്. ഈ അവസരത്തിൽ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ ഓർമ്മ വരികയാണ്. വായിച്ചാലും വായിച്ചില്ലേലും വളരും, പക്ഷേ വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും എന്നുള്ള ആശയം അന്വർത്ഥമാക്കിക്കൊണ്ട് കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന ഈ പുസ്തകോത്സവത്തിൽ ഓരോരുത്തരും പങ്കെടുക്കുക. ഇത്തവണത്തെ പുസ്തകോത്സവത്തിൽ ശരിക്കും കുട്ടികൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടികളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. സ്റ്റുഡൻസ് കോർണർ എന്നുള്ള സംഭവം തന്നെ ഇവിടെ ഉണ്ട്. കൂടാതെ കുട്ടികൾക്കായി മാജിക് ഷോ, പപ്പറ്റ് ഷോ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ, പിന്നെ കുട്ടികളുടെ അവരുടെ തന്നെ രചന ഇവിടെ പ്രദർശിപ്പിക്കാനുള്ള കഴിവുകൾ കൂടി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കാം. അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ സ്കൂളുകൾ സംഘടിപ്പിച്ച് കൊണ്ടുവരുന്ന കുട്ടികൾക്ക് ഇവിടെ ഫ്രീ പാക്കേജ് ഉണ്ട്. അതായത് എൻട്രി സൗജന്യമാണ്. കൂടാതെ ഇവിടെ മ്യൂസിയം, പിന്നെന്താണ് പ്ലാനറ്റോറിയം പോലുള്ള സ്ഥലങ്ങളിൽ ഫ്രീ എൻട്രി ഇവിടുന്ന് നിയമസഭ അനുവദിച്ചു തന്നിരിക്കുന്നു. അതുകൂടാണ്ട് 1 ഡേ ട്രിപ്പ് സിറ്റി റൈഡാണ്. സിറ്റി റൈഡ്, ഡബിൾ ഡെക്കറിൽ സിറ്റി റൈഡ് കുട്ടികൾക്കായുണ്ട്. അപ്പോൾ ഇതെല്ലാം മാക്സിമം കോളേജ് കുട്ടികളായാലും ശരി, സ്കൂൾ കുട്ടികളായാലും ശരി, മാക്സിമം പ്രയോജനപ്പെടുത്തുക. പരമാവധി ഇതിനെ പ്രയോജനപ്പെടുത്തി ഈ ഒരു ബുക്ക് ഫെയർ കാണുക.